തുടക്കക്കാർക്ക് പോലും ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു കോളർ നെക്ക് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദേ ഈ കാണുന്ന വി കോളർ നെക്കാണെന്നുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കോളർ നെക്കും കൂടെയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ കോളർ നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്ത് ആണ് കേട്ടോ ഇത് 3 മീറ്റർ ഉണ്ട്. പിന്നെ കസ്റ്റമർ 2 സൈഡിലും പോക്കറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ലൈനിങ് ക്ലോത്തിലാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിനേക്കാളും മിനിമം ഒരു ഇഞ്ചെങ്കിലും കുറച്ച് വേണം നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ച് കാണുമല്ലോ, ക്ലോസ് നെക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഷോൾഡറും കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ട ക്ലോത്തിൽ ഏറ്റവും മുകളിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ്. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ഇക്വേഷൻ ഉൾപ്പെടെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇക്വേഷൻസ് ഒന്നും ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, മാർക്കിങ് മാത്രം ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്നുള്ള ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ് ടോട്ടൽ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോഴത്തേനും 8.5 വരും. അതിനുശേഷം ഈ 8.5യുടെ കൂടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആക്ച്വൽ ഷോൾഡർ എവിടെയാണോ വന്ന് നിൽക്കേണ്ടത് അതിനേക്കാളും ഒരു പൊടിക്ക് മുകളിലേക്ക് സ്ലീവ് കയറിപ്പോവും. കാരണം എന്താ, നമ്മളിവിടെ നെക്കിന് ഒരു ഗ്യാപ്പും കൊടുത്തിട്ടില്ല, ഒന്ന് അയഞ്ഞു കൊടുക്കാനുള്ള സ്പേസ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ്. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് കഴുത്തിൻ്റെ അകലം. നെക്ക് വൈഡാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് അനുസരിച്ച് ഞാനിവിടെ 3.5 എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ 3.5 എന്നുള്ളടത്ത് മാർക്ക് ചെയ്തില്ലേ, നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ 3.5 വൈഡ് തന്നെ നമുക്ക് ക്യാൻവാസിൽ മാർക്ക് ചെയ്യാം. അല്ല നിങ്ങൾ തുണിയിൽ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3.25 ഇട്ട് വേണം വെട്ടാൻ വേണ്ടിയിട്ടേ. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ഞാൻ അവിടെ ഷോൾഡർ അവസാനിക്കുന്നിടത്ത് സ്ലോപ്പിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് അനുസരിച്ച് ആളിന് 1.5 ഇഞ്ചോളം സ്ലോപ്പ് വേണം. അതിന് ശേഷം ഞാൻ ആ സ്ലോപ്പ് വരുന്ന പോയിൻ്റിൽ നിന്ന് ഈ നെക്കിൻ്റെ ഇങ്ങോട്ടേക്ക് ചരിച്ചൊരു വര വരച്ചിട്ടുണ്ട്. അതിന് ശേഷം തയ്യലിനായിട്ടുള്ള 1/2 ഇഞ്ചില്ലേ അതും ചരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായ സ്ലോപ്പ് കൊടുത്ത് കൃത്യമായ ആം ഹോൾ മാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചുരിദാർ മുകളിലേക്ക് കയറിപ്പോവും, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് മുന്നോട്ടേക്ക് ഇറങ്ങിയും വരും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ സ്ലോപ്പും ഈ പറയുന്ന പോലെ ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അതേ മെഷർമെൻറ്റ് താഴേക്കൊന്ന് നീട്ടി വരച്ച് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ കൊടുത്തിരിക്കുന്ന അതേ വീതി തന്നെ താഴേക്ക് കൊടുക്കുക കേട്ടോ. ഞാൻ ഓരോ പോയിൻറ്റും എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളൊരു ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മേ ബി 2x സ്പീഡിലൊക്കെ കേൾക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ആ ലൈനിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 8 ഇഞ്ച് സ്ലോപ്പിൽ നിന്ന് താഴേക്ക് 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിൽ അവിടുന്ന് ടോട്ടൽ ലെങ്ത് നോക്കിയിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യുക. മറ്റേ L സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് മാർക്ക് ചെയ്യാം. ഞാൻ പിന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 8 ഇഞ്ച് ലൈൻ വന്നെടുത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ ലൈനായിട്ടൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ 8 ഇഞ്ച് എങ്ങനെ കിട്ടി എന്നെല്ലാവരും എന്നോട് ചോദിക്കുമെന്നല്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ 8 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് ചേച്ചിക്ക് കിട്ടിയെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് റഫായിട്ട് എടുത്തിരിക്കുന്ന മെഷർമെൻറ്റാണ്. ആ ലൈനിൽ ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ മാർക്കിങ് അവത്തിലേക്ക് ഞാൻ ബസ്റ്റിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൂസ് ഉൾപ്പെടെയുള്ള ബസ്റ്റിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 11.25 ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത്. കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഫുൾ ബസ്റ്റിൻ്റെ 43 അപ്പോൾ ഞാനിവിടെ ലൈനിങ് ടോപ്പിന് ഒരു 2 ഇഞ്ചാണ് ടോട്ടലായിട്ട് ലൂസ് കൊടുക്കുന്നത്. അപ്പോൾ 45 വരുമല്ലോ. 45ൻ്റെ 4 ഭാഗം ഈ ചെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ആ സെൻറ്ററും ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് കർവ് ചെയ്ത് എടുത്ത് കൊടുക്കാം. ഇനി നമ്മളിതിനെ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമുക്ക് ലൂസ് ഉൾപ്പെടെ വേണ്ടിയ മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ ലൂസ് ഉൾപ്പെടെ 22 ഇഞ്ച് ഫുൾ വേണം. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. ആ 11 ഇഞ്ച് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.
അപ്പോൾ ഈ 8 ഇഞ്ച് ആം ഹോൾ ലെങ്ത് വരച്ചെടുത്തു എന്ന് ഞാനിത് ചെക്ക് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ആവശ്യമായിട്ടുള്ള ആം ഹോൾ റൗണ്ട് കിട്ടുന്നില്ല. 11 ഇഞ്ച് എന്നുള്ള ആം ഹോൾ റൗണ്ട് എനിക്ക് കിട്ടുന്നില്ല. 11 ഇഞ്ചിനേക്കാളും കുറവാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആം ഹോൾ റൗണ്ട് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ആം ഹോൾ ലെങ്ത് ഉണ്ടല്ലോ അതിനെ നമ്മൾ താഴേക്ക് 1 ഇഞ്ചും കൂടെ ആയിട്ട് നീട്ടി വരച്ച് കൊടുക്കുവാണ്. ആം ഹോൾ ലെങ്ത് 8 എന്നുള്ളതിന് പകരം ഞാനിവിടെ 9 ഇഞ്ചാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ആ ലൈനില്ലേ, 9 ഇഞ്ചിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈന്, അവിടെ ചെസ്റ്റിൻ്റെ അതേ മെഷർമെൻറ്റ് 11.25 എന്നുള്ള അതേ മാർക്കിങ് അവിടേക്കും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ആം ഹോൾ ലെങ്തിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് അവിടുന്ന് ചെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് പിടിച്ച് വരച്ചു കൊടുക്കുക. ഞാനെപ്പോഴും ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുള്ളത്. ചിലരെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് അല്ലെ 1.25 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഷേപ്പ് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അത് വർക്കൗട്ട് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 9 ഇഞ്ച് എന്നുള്ളിടത്ത് മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് ആം ഹോൾ റൗണ്ട് കൃത്യം 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കസ്റ്റമറിൻ്റെ ഫുൾ ഷോൾഡർ കൊടുക്കുമ്പോൾ ഉള്ള കേസിലെ ആം ഹോൾ ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. ഇനി നമ്മൾ ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. 1 ഇഞ്ചോ 1.5 ഇഞ്ച് വരെ മാക്സിമം തയ്യൽ തുമ്പ് കൊടുക്കാവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കരുത്. ഇപ്പോൾ ഈ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു, നെക്കിൻ്റെ വൈഡൊക്കെ മാർക്ക് ചെയ്തല്ലോ. നിങ്ങൾക്ക് ഈ വൈഡ് പോരെ കുറച്ചുകൂടെ വൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ലോപ്പ് എല്ലാം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് വൈഡ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ആ കൈക്കുഴീനെ കുഴിച്ച് വെട്ടണമല്ലോ. അപ്പോൾ നമ്മൾ കൈക്കുഴിയുടെ പകുതി ഇല്ലേ, 11 ഇഞ്ച്, ആ 11ൻ്റെ പകുതി 5.5 ഇഞ്ച് അവിടെ ആ ഒരു പോർഷൻ വരുന്ന പോലെ ടേപ്പ് പിടിച്ചിട്ട് എനിക്കിവിടെ കസ്റ്റമറുടെ ബോഡി എന്നുള്ള മെഷർമെൻ്റ് അനുസരിച്ച് ഒരു 3/4 ഇഞ്ചോളം കുറച്ച് കൊടുക്കണം. എക്രോസ് ഫ്രണ്ട് എന്നൊക്കെ ഉള്ള മെഷർമെൻറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞാനിവിടെ വീണ്ടും പറയുന്നില്ല. ഇവക്കിടെ ഒരു 3/4 ഇഞ്ചോളം കുറച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൽ നിന്ന് ഈ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ചരിച്ചൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്രഞ്ച് കർവ് സ്കെയിലില്ലേ അത് യൂസ് ചെയ്തിട്ട് ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ പകുതിയിൽ നിന്ന് വേണം കർവ് വരാൻ വേണ്ടിയിട്ട്. മുകളിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ മുട്ടിക്കണം എന്നൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ഒക്കായിക തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവച്ചാണെങ്കിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ബാക്ക് നെക്കില്ലേ, നിങ്ങൾ ആ പാറ്റേൺ കണ്ടു കാണുമല്ലോ, നല്ല മേളിലായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പം ഒരു 1/2 ഇഞ്ച്, ചിലർ ഇത്രയും പോലും കുഴിച്ചെടുക്കത്തില്ല, എക്സാക്റ്റ് ആ ഷോൾഡർ പോലെ തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷെ ഞാനിവിടെ ഒരു സ്ലോപ്പ്, ഒരു ചെറിയ കർവ് പോലെ ഒരു 1/2 ഇഞ്ചിൽ ബെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് നെക്ക്, ഫ്രണ്ടിലത്തെ നെക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എത്രയാണോ കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്ന് നെക്ക് കൊടുക്കാറ് അതിനേക്കാളും മിനിമം ഒരു 2 ഇഞ്ചെങ്കിലും കൂട്ടി വേണം നമ്മൾ ഈ നെക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഒരു 9 ഇഞ്ച് എടുക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ നെക്കിന് വേണ്ടിയിട്ട്. നമ്മൾ ആ പാറ്റേണിൽ കണ്ടില്ലേ, ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന കാരണം ഈ 9 ഇഞ്ച് കഴുത്തിറക്കം വെക്കുമ്പോഴൊന്നും അത് പ്രശ്നമാകത്തില്ല. കാര്യം അതിൻ്റെ മുന്നേ തന്നെ ആ കോളറിൻ്റെ ആ നെക്ക് വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് ഒരു ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലെങ്തിൻ്റെ അവിടെ നിന്ന് ആ ഫോൾഡിൻ്റെ അങ്ങോട്ടേക്ക്, അതായത് സെൻറ്ററിൽ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ നെക്ക് വൈഡ് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഈ പറഞ്ഞ 9 ഇഞ്ചിൽ നമ്മളൊരു 1 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് മാർക്ക് ചെയ്തല്ലേ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചരിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ സ്പേസിൻ്റെ ഉള്ളിലാണ് കോളർ വന്ന് ഫില്ലാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വരച്ചിരിക്കുന്ന ലൈനെ കൂടെ കട്ട് ചെയ്യരുത്. ഇപ്പുറത്ത് കൂടെ ഒരു 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സാധാരണ എലൈൻ ടോപ്പിനൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ, ഷേപ്പൊക്കെ മാർക്ക് ചെയ്യണമല്ലോ, അതൊക്കെ മാർക്ക് ചെയ്തെടുക്കാവേ. ഇവിടെ വരുന്ന ഷേപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ആ ഒരു മെഷർമെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ബോഡി എന്നുള്ള മെഷർമെൻറ്റ് തന്നെയാണ്, 15 ഇഞ്ചാണ് ഷേപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഹിപ്പിൻ്റെ മെഷർമെൻറ്റാണ്, 21 ഇഞ്ച്. അതിനേക്കാളും കൂടിയാലും കുഴപ്പമൊന്നുമില്ല ആളുടെ ഹൈറ്റിനനുസരിച്ച്. പക്ഷേ ഇതൊരു എലൈൻ ടോപ്പാണല്ലോ, അപ്പോൾ നമുക്ക് അത്രയും ഹിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല.
21 ഇഞ്ചാണ് ഞാനിവിടെ ഹിപ്പിൻ്റെ ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വരച്ച ആ 2 ലൈൻസും അതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമുക്കിവിടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് വേസ്റ്റ് റൗണ്ടിൽ 41 ഇഞ്ചാണ്. അപ്പോൾ അതിനെ കൂടെ നമ്മൾ ലൂസ് ആഡ് ചെയ്യുമ്പോൾ 2 ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 43 ഇഞ്ച് എന്നുള്ളത് വരും. 43ൻ്റെ 4 ഭാഗം 10.5. ആ 10.5 നമ്മൾ വേസ്റ്റ് റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്, ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഹിപ്പിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 51 ഇഞ്ചാണ്. അതിനെ കൂടെ ലൂസ് ഞാനിവിടെ 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലിറ്റ് ടോപ്പിന് 2 ഇഞ്ച് ആഡ് ചെയ്യരുത്. ഞാനിവിടെ എലൈൻ ആയതുകൊണ്ടാണ് 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 53 എന്നുള്ളത് കിട്ടും. അതിൻ്റെ 4/1 എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യുക. 13.25 നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ്. അത് നമ്മൾ ഈ ഹിപ്പിന് വരച്ചിരിക്കുന്ന ലൈനിലോട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഷേപ്പിൻ്റെ അവിടെ ടക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ലൈൻ ആണല്ലോ, പക്ഷെ കസ്റ്റമറിൻ്റെ ബോഡി മെഷർമെൻ്റ് അനുസരിച്ച് ലൈനിങ് ആണെങ്കിൽ കുറച്ചുകൂടെ വീതി വേണം, എന്നാലേ നമുക്ക് താഴെ വശത്ത് അത്യാവശ്യം പ്ലെയർ കിട്ടുമല്ലോ. അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മറ്റേ പോക്കറ്റ് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തായിരുന്നു കേട്ടോ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഏറ്റവും താഴെ വശയില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇലയിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡിൽ നിന്നും ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന പോലെ കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കർവ് പോലെ ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം വണ്ണം കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലോത്തിൽ നിന്ന് എടുക്കുന്ന ഫ്ലെയർ തന്നെ ലൈനിങ് ആയിട്ട് കൊടുത്താലും മതി. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കേസിൽ അത് പോരാ, ഇങ്ങനെ പാനൽസ് പോലെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കാര്യം മറ്റൊന്നുമല്ല, ഫ്ലെയർ കിട്ടാതെ വരും. നടക്കുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ എന്തെങ്കിലും പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ പിന്നെ നമ്മൾ ടോട്ടലി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഷോൾഡറിൻ്റെ ആ സൈഡിൽ നിന്ന് കിട്ടുന്ന ആ ബാക്കി തുണി ഉണ്ടല്ലോ, അതാണ് താഴേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയൊന്നുമില്ല, ഫ്രണ്ടും ബാക്കും ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തെടുക്കുക. കഴുത്തിനെയൊക്കെ വെട്ടി മാറ്റുക. 1/4 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കഴുത്ത് വെട്ടണം കേട്ടോ. ഇവിടെ നമ്മൾ കോളർ പോലെയല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ആവാതെ ക്ലോത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഞാനിവിടെ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് തന്നെ വേണം നമ്മൾ ആ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്യാപ്പില്ലേ അതൊന്ന് മെഷർ ചെയ്ത് നോക്കണം. ഫുള്ളായിട്ട് മെഷർ ചെയ്തില്ലെങ്കിലും നമ്മൾ അതിൻ്റെ പകുതി വരേക്ക് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ ഡബിൾ എടുത്താൽ മതിയല്ലോ. അതായത് ഈ ഷേപ്പ് എവിടം വരെ ഉണ്ടെന്നുള്ളത് തയ്യൽ എവിടെയാണോ സ്റ്റിച്ച് വരാൻ പോകുന്നത് അവിടം വരേക്ക് നോക്കുക. അപ്പോൾ എനിക്കിവിടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 9.25 കിട്ടുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് 9.25 വെച്ചെടുത്തു നിന്ന് നമ്മൾ ബാക്കിൻ്റെ പകുതി വരേക്കും അളന്നെടുക്കുക. ഇവിടെ അതൊരു ഓൾമോസ്റ്റ് 13 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയിൽ 13ൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് ക്ലോത്ത് കൂടെ ആഡ് ചെയ്ത് ഒരു 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 15 ഇഞ്ച് ഒരു സൈഡിൽ, അപ്പോൾ ടോട്ടലി വരുമ്പോഴത്തേനും 30 ഇഞ്ച്. ഇങ്ങനെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് വീതിയിൽ 2 സെപ്പറേറ്റ് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ കാര്യം ഇതിൻ്റെ ഇടയിൽ ഒരു ലേസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒറ്റ പീസായിട്ട് അങ്ങ് എടുത്താൽ മതി. അതായത് ഞാനിവിടെ 1.5 ഇഞ്ച് ഉള്ള 2 പീസ് എടുത്തിട്ടുണ്ടല്ലോ, അതേ സമയത്ത് നിങ്ങൾ ഒറ്റ പീസിലാണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് മതി. 2.5 ഇഞ്ച് വീതിയും ഈ പറഞ്ഞ പോലെ ടോട്ടൽ ലെങ്തിൻ്റെ കൂടെ കുറച്ചുകൂടെ എക്സ്ട്രാ ഫാബ്രിക് കൂടെ ആഡ് ചെയ്തിട്ട് എടുക്കാം. വെട്ടം കുറവായിട്ടാണോ അതോ എല്ലാം ബ്ലാക്ക് ആയിട്ടാണോ ഒന്നും കാണുന്നില്ല. ഇത്രയേ ഉള്ളൂ, ഒരു സാൻഡ്വിച്ച് കണക്ക് അടിയിൽ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ലേസ് എവിടെയാണോ വേണ്ടത് അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ മാത്രം ഈ ലേസിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ലേസ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു 1/4 ഇഞ്ച് കുറയുമല്ലോ. ഇനി അപ്പുറത്തെ സൈഡ്, അതായത് ഈ സൈഡിലെ ഇതും നമ്മളൊന്ന് ഒരു 1/4 ഇഞ്ചോളം മടക്കി വെച്ചിട്ട്
ഒന്ന് അയൺ ചെയ്തെടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഫോൾഡ് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രം എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മെയിൻ ക്ലോത്തിൽ ബാക്കിലത്തെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അതേപോലെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത സ്ട്രിപ്പില്ലേ, അതിൻ്റെ സെൻറ്റർ വശവും ഒന്ന് മാർക്ക് ചെയ്തെടുത്തേക്കാം. എന്നിട്ട് ഇത് ആ വീഡിയോ കാണുന്ന പോലെ ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടില്ലേ, ആ ഭാഗം നമ്മൾ കഴുത്തിൻ്റെ അവിടെ വരുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ ടു സെൻറ്റർ മാച്ച് ചെയ്ത് വെച്ചിട്ട് റൗണ്ടിന് തയ്ച്ചെടുക്കാം. അപ്പം ഇങ്ങനെ നെക്ക് തയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, തയ്യൽ തുമ്പ്, അത് ഫ്രണ്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷോൾഡറിൻ്റെ ആ ഭാഗം തയ്യൽ തുമ്പായിട്ട് നിൽക്കുന്നതും ബാക്കിലേക്ക് പിടിച്ച് വെച്ച് കൊടുത്ത് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോളർ കുറച്ചുകൂടെ സ്റ്റിഫായിട്ട് നിൽക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കോളറിനൊക്കെ വെക്കുന്ന ക്യാൻവാസ് കിട്ടും. അത് ഈ പറയുന്ന പോലെ 1 ഇഞ്ച് വീതിയിൽ ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ, അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ പിന്നെ കസ്റ്റമറിന് അങ്ങനെ വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ ക്ലോത്തിൽ തന്നെ അടിക്കുവാണ്. എന്നിട്ട് നമ്മളിത് തയ്ച്ച് വന്ന് നിർത്തിയിടം കണ്ടോ, ആ ഏറ്റവും താഴെയായിട്ട് വരുമ്പോഴത്തേനുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തതിനേക്കാളും ഒരു 1/4 ഇഞ്ച് താഴത്തേക്ക് കൊണ്ടുവന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും ആ കട്ടിങ്ങിൻ്റെ അവിടെ ആയിട്ട് കൊണ്ട് നിർത്തരുത്. ഒരു പൊടിക്ക് ഒരു 1/4 ഇഞ്ച് താത്തി വേണം കൊണ്ട് നിർത്തി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ ആ പകുതിയിൽ നിന്ന് ഇപ്പുറത്തേക്കും തയ്ച്ച് വരിക. ഇപ്പോൾ ഒരു സൈഡ് മാത്രമല്ലേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും തയ്ച്ചെടുക്കുക. നമ്മളിങ്ങനെ കോളർ തയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പില്ലേ, അത് ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതെപ്പോഴും ബാക്കിലേക്ക് ഫേസ് ചെയ്ത് വേണം ഇരിക്കേണ്ടത്. അപ്പോൾ അതുമൊക്കെ ഒന്ന് പിടിച്ച് കറക്റ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അറിയാതെ അങ്ങ് തയ്ച്ചു പോകും. ഈ ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് ഫ്രണ്ട് ഫേസ് ചെയ്ത് നമ്മൾ അങ്ങ് അടിച്ചു പോകും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ ആ 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ടല്ലേ തയ്ച്ചത്, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ആ കോണിപ്പിൻ്റെ അങ്ങോട്ടേക്ക് ചരിച്ച് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അതായത് തയ്യൽ തട്ടാത്ത വണ്ണം ചരിച്ച് നമ്മൾ ഒരു നോച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ നോച്ചിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളേ. അപ്പം നോച്ച് 2 സൈഡിലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റോങ് സൈഡ് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ തിരിച്ചെടുക്കണം. നമ്മൾ കൊടുത്ത കോളറിൻ്റെ ആ പീസിനെ ഇതേപോലെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ ആംഗിൾ വരുന്നിടത്തുനിന്ന് നന്നായിട്ട് ക്ലോത്തിനെ ഇപ്പുറത്തേക്ക് ആക്കി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നല്ല വശം എടുക്കാം. നല്ല വശം എടുത്തിട്ടുണ്ടല്ലോ, ആ ഏറ്റവും താഴെ വശത്ത് ഇപ്പോൾ ഒരു കട്ടിങ് കൊടുത്തതിൻ്റെ ആ മെയിൻ ക്ലോത്തിൻ്റെ ഒരു പീസ് ഇങ്ങനെ നിപ്പുണ്ടാവുമല്ലോ, നമ്മൾ അതിനെ ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതായത് 1/4 ഇഞ്ചിൻ്റെ ആ കട്ടിങ് വരുന്നിടം നമ്മളിങ്ങനെ മടക്കി ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ കോളറിൻ്റെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ആ കോളർ വരുന്ന പീസിൽ വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. താഴെ വശത്ത് മറ്റേ പീസ് ഒപ്പം നിപ്പുണ്ടെന്നുള്ളത് എപ്പോഴും നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അറിയാണ്ട് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അല്ലെങ്കിൽ മാറി അടിക്കാൻ സാധ്യതയുണ്ട്. അതായത് താഴേന്ന് ഒരു പീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, കവർ ചെയ്ത് വേണം ഇത് വരാൻ വേണ്ടിയിട്ട്. അറിയാതെ നമ്മൾ തയ്ക്കുമ്പോൾ, ശ്രദ്ധിക്കാതെ അതൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ മാറ്റിയടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നന്നായിട്ട് പിടിച്ചു വെച്ച് കൊടുത്ത് തന്നെ തയ്ക്കുക. വലിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. ക്ലോത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ജസ്റ്റ് പിടിച്ചു വെച്ച് കൊടുത്ത് തയ്ച്ചാൽ മതിയേ. പിന്നെ ഞാൻ ഈ മേളിൽ കൂടെയാണ്, നല്ല വശം കാണുന്നിടത്തൂടെയാണ് തയ്ച്ചു കൊടുക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ റോങ് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ എത്ര കണ്ടോ ആ എഡ്ജിൽ വന്ന് സ്റ്റിച്ച് വരണം എന്നറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റൈറ്റ് സൈഡ് വെച്ചിട്ട് ഞാൻ തയ്ക്കുന്നത്. നമുക്ക് എളുപ്പം മറ്റേ അപ്പുറത്തെ വശത്തുനിന്ന് തയ്ക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ തയ്യൽ ചിലപ്പം ഇപ്പുറത്തേക്കൊക്കെ മാറി വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ സൈഡില്ലേ, ഏതാ സെൻറ്റർ പോർഷൻ, അത് നന്നായിട്ട് നമ്മൾ ഒരിത്തിരി സമയം എടുത്താണേലും വിഷയമില്ല, നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഷേപ്പ് നമുക്ക് കൃത്യം കിട്ടാതെ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പിന്ന് വെച്ചൊക്കെ തയ്ച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് അല്ല 1/4 ഇഞ്ച് മടക്കി വെച്ചിട്ട് ആ മേളിൽ നിന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അത് അവിടെ അങ്ങ് സ്റ്റേബിളായിട്ട് നിന്നോളും.
അപ്പോൾ കോളറിന്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ആ റോങ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കൊടുത്ത പീസിന്റെ എക്സ്ട്രാ കുറച്ച് നിപ്പുണ്ടായിരിക്കും, അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താ, സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കണം, പിന്നെ സൈഡ് തയ്ച്ചെടുക്കണം, താഴെ വശം ഫോൾഡ് ചെയ്തടിക്കണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ നമ്മൾ പോക്കറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുമൊക്കെ ചെയ്യണം. ഇനി നമുക്ക് സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പതിവ് പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരേക്കുമാണ് തയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ പ്ലേസ് ചെയ്ത് പിൻ ചെയ്ത് വേണമെങ്കിലും ഒക്കെ തയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇതാണ് കുറച്ചും കൂടെ ഈസി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് ഇത്രേ ഉള്ളൂ, സ്റ്റാർട്ടിങ്ങും സെൻറ്ററും എൻഡിങ്ങും കറക്റ്റായിട്ട് കിട്ടണം, ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടണം. അപ്പൊ അതിന് നമ്മുടെ കട്ടിങ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ വരുള്ളൂ കേട്ടോ. അതേപോലെ ഞാൻ സ്ലീവില് എന്തിനാണ് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്, തയ്യൽ തുമ്പിന്റെ അങ്ങോട്ട് ചെരിച്ച് എന്തിനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മൾ ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഈ പറയുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോൾഡ് ചെയ്യുമ്പോഴത്തേനും ഉള്ളിലേക്ക് തുണി കുറച്ച് കുറവ് പോലെ തോന്നും മടക്കി കഴിയുമ്പോഴത്തേനും. അതേ സമയത്ത് ഇങ്ങനെ ചെരിച്ചാണ് നമ്മൾ വെട്ടുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും എവിടെയാണ് സ്റ്റിച്ച് വരേണ്ടതെന്നുള്ളതും. അതേപോലെ തന്നെ ഈ സൈഡത്തെ ക്ലോത്ത് ഇല്ലായ്മ വരത്തുമില്ല. അതായത് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഉള്ളിലേക്ക് അറിയാൻ പറ്റും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഏലൈൻ കട്ടിങ്ങിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുവിധം വേസ്റ്റിന് താഴെ മാത്രമേ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ അറ്റാച്ച് ചെയ്ത് നിർത്താവുള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് എടുക്കരുതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഈ പറയുന്ന പോലെ വേസ്റ്റ് വരേക്ക്, വേസ്റ്റും കഴിഞ്ഞ് ഹിപ്പിന്റെ നടുക്കായിട്ടാണ് സ്റ്റിച്ച് അവസാനിപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. എന്നിട്ട് പോക്കറ്റ് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പോക്കറ്റിന്റെ ആ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ പോക്കറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വേറൊരു വീഡിയോയിൽ. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയേ. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ പോക്കറ്റ് ഒക്കെ കൊടുക്കുന്ന കേസിൽ നമുക്ക് ഒരുപാട് തയ്യൽ തുമ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൊടുത്ത പോക്കറ്റ് ഒക്കെ ആ ഷേപ്പിന് കിട്ടാതെ വരും. ഇപ്പം കസ്റ്റമർ എന്നോട് പ്രത്യേകം പറഞ്ഞു ഇച്ചിരി അഴിച്ചു വിടാനും ഒക്കെ ആയിട്ട് 1.5 ഇഞ്ച് ഇട്ടേക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനും 1.5 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ഇഞ്ചൊക്കെ മാക്സിമം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ പോക്കറ്റിന്റെ ഷേപ്പ് ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അത് ഞാൻ ഇവിടെ പതിച്ചടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും പോക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ 4 പീസ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പൊ അത് ഞാൻ ചെയ്തോണ്ട് വരട്ടെ. ഇനി നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തില്ലേ, ആ സ്പേസ് കീപ്പ് ചെയ്തിട്ട് സ്ലീവ് തൊട്ട് തയ്ച്ച് വരിക കേട്ടോ. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഓവർലോക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ മറക്കരുത്. അതൊക്കെ ഏറ്റവും അവസാനത്തേക്ക് ചെയ്യാന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാല് ഫിനിഷിങ്ങിന്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് ഇപ്പോഴേ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ അതൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ആം ഹോളിന്റെ അവിടുത്തെ ആ പ്ലസ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, അത് നമ്മൾ മിക്കവാറും സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം കൊണ്ടാണ് അത് നമുക്ക് സെറ്റ് ആവാതെ വരുന്നത്. അതായത് ഇപ്പൊ ഒന്നെങ്കിൽ കട്ടിങ് കറക്റ്റ് ആണ്, നമ്മൾ തോന്നിയ പോലെ അടിച്ചു വരുമ്പോഴത്തേനും ചെറിയ മൈന്യൂട്ടായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തൊക്കെ തന്നെ തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. ഇനി നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തതിനനുസരിച്ച് കറക്റ്റ് ആക്കി തന്നെ മെഷർമെന്റ് നോക്കി ഷേപ്പിന് തയ്ച്ചു കൊണ്ടുവരാം. അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മാറിപ്പോവാതെ ഒപ്പം വെച്ച് ഇടയ്ക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെ തയ്ച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഈ പോക്കറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ചിലർക്ക് അതുണ്ടല്ലോ ഈ വേസ്റ്റിന്റെ തൊട്ട് താഴെ ഈ ഫ്രോക്കൊക്കെ വരുമ്പോഴത്തേനും വേസ്റ്റിന്റെ തൊട്ട് താഴെ തയ്ക്കുന്ന ഇഷ്ടമാണ്. വേറെ ചിലർക്ക് ഹിപ്പിന്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. എനിക്ക് ഹിപ്പിന്റെ ഒക്കെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇപ്പൊ ഈ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഈ വേസ്റ്റീന്ന് ഇങ്ങനെ പിടിക്കാനാണ് ഇഷ്ടം. അതേപോലെ തന്നെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ ഷേപ്പ് ചെയ്ത് വേണം നമ്മൾ പോക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ റെഡിമെയ്ഡ്സിലൊക്കെ കണ്ടു കാണും, അവരധികം സീം അലവൻസ് കൊടുക്കത്തില്ലാത്ത കാരണം അത്രയും കേർവ് എടുക്കാൻ ബുദ്ധിമുട്ടില്ല. അതേസമയത്ത് നമ്മൾ ഇത്രയും സീം അലവൻസ് കൊടുക്കുമ്പോൾ ആ കേർവ് കൊണ്ടുവരാൻ ഇച്ചിരി പാടാണ്. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ തയ്ക്കുക. എന്നിട്ട് ഈ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേനും ഒരു 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് താഴേക്ക് വന്നാൽ മതി. എന്നിട്ട് ഒരു 1.5 ഇഞ്ചോ താഴം വരെ ഒപ്പം ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒപ്പം വരുന്ന പോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിൽ നിന്നും ഏറ്റവും മേളത്തെ ലൈനിങ് പീസ് ഇത് രണ്ടും മാറ്റി കൊടുക്കുക.
അതായത് മെയിൻ ക്ലോത്ത് മാത്രം വരുന്ന പോലെ പിടിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്ച്ച് നിർത്തിയതിന്റെ മുകളിൽ നിന്ന് ലോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴം വരേക്കും മെയിൻ ക്ലോത്തിനെ ഒന്നിച്ച് അടിച്ചെടുക്കുക. അപ്പൊ വലിച്ചൊന്നും വിടാനൊന്നും നിൽക്കേണ്ട. നിങ്ങൾ ആ ക്ലോത്ത് എങ്ങനെയാണോ അതുപോലെ പിടിച്ചങ്ങ് വെച്ച് തയ്ച്ചാൽ മതിയെ. 1-2 പ്രാവശ്യമൊക്കെ തയ്ച്ചു കഴിയുമ്പോഴത്തേനും ഇതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും അതിന്റെ ആ രീതി. ഇനി നമുക്ക് ലൈനിങ് തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ആ മെയിൻ ക്ലോത്ത് ഇല്ലേ, നടുക്കിരിക്കുന്ന ആ മെയിൻ ക്ലോത്ത്, അതിനെ ഉള്ളിലേക്കാക്കി ഒതുക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഫ്രണ്ടിത്തെയും ബാക്കിത്തെയും ലൈനിങ് പീസ് മാത്രം ഇങ്ങനെ വരുന്ന പോലെ വെച്ച് കൊടുക്കാം. അത് നമ്മൾ ഇടയ്ക്ക് നോക്കണം കേട്ടോ. ഇങ്ങനെ മടങ്ങിയൊന്നും നല്ല പീസ് വരാതെ നല്ലോണം പിടിച്ച് മാറ്റി ഒരു കോണിപ്പിൽ കൊണ്ട് ഇതുപോലെ ഒരു കോണിപ്പിൽ കൊണ്ട് നിർത്തുവാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വേണം തയ്ക്കാനെന്ന് പറയുന്നതിന്റെ കാര്യം, നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് ഒരുമിച്ച് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ ലൈനിങ്ങിന്റെ ആ പിടുത്തം നമുക്ക് എപ്പോഴും മെയിൻ ക്ലോത്തിൽ വരും. അപ്പൊ ആ ഒരു ഫ്ലോയിനെസ് പോകും, ഉള്ളിലേക്കായി പോകും മെയിൻ ക്ലോത്ത്. ഇനി എന്താ, ഇതിന്റെ താഴ്വശം മടക്കി അടിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നമുക്ക് നെക്ക് ഹെമ്മിങ് ചെയ്യേണ്ടെന്നുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇല്ല, ഈ പോക്കറ്റിന്റെ സൈഡിൽ വേണമെങ്കിൽ ഒരു ചെറിയ നോച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നിർബന്ധമില്ല, നോച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷ് ആയിട്ട് നിൽക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റ.